ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ തമിഴിന് കണ്ട പോലെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ PCOD ഒരു ജേണിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എങ്ങനെയാണ് എനിക്ക് PCOD ഉണ്ടായത്, എങ്ങനെയാണ് ഞാൻ PCOD നോർമലാക്കിയത്, എന്തൊക്കെ എക്സസൈസാണ് ചെയ്തത്, എന്തൊക്കെ ഫുഡാണ് ഒഴിവാക്കിയത്, എന്തൊക്കെ ഫുഡാണ് കഴിക്കാനായിട്ട് തുടങ്ങിയത്, ഡയറ്റൊക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്ത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് എന്താണ് PCOD എന്ന് പറഞ്ഞുതരാം. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറിയിൽ ചെറിയ കുമിളകൾ പോലെ കാണുന്ന ചെറിയ ചെറിയ സിസ്റ്റുകളെയാണ് നമ്മൾ PCOD എന്ന് പറയുന്നത്. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് വന്നിട്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. മുഴുവനായിട്ട് അതിൻ്റെ ഷോർട്ടാണ് നമ്മുടെ PCOD എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ എങ്ങനെയാണ് എനിക്ക് PCOD വന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ആളായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തത് കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പീരിയഡ്സിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ടൈമിൽ ഒരു കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇപ്പോൾ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 4 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് ലേറ്റ് ആയിട്ടാണ് ഞാൻ പീരിയഡ്സ് ആവാനായിട്ട് തുടങ്ങിയത്. പക്ഷേ എല്ലാവരും പറഞ്ഞത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, മിക്ക ആൾക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. ഞാനത് അത്ര വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് നോർമൽ, അങ്ങനെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ കറക്റ്റ് ഡേറ്റിന് പീരീഡ്സ് ആയി. പക്ഷേ പീരീഡ്സ് ആയ ഡേ മാത്രം ഒരു ചെറിയൊരു ഡോട്ട് പോലെ കണ്ട്. പിന്നെ ഒരു 5 to 7 ഡേയ്സ് വരെ നോർമലായിരുന്നു. നമുക്ക് പാഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചത് എന്താ ഇങ്ങനെ. പിന്നെ ചോദിച്ചു വല്ല ബ്ലഡിൻ്റെ കുറവ് അങ്ങനെ വിചാരിച്ചിട്ട് ബീട്രൂട്ട് അതുപോലെ തന്നെ അനാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ നോർമൽ പീരീഡ്സ് ആയ പോലെ പീരീഡ്സ് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. ഒരു 12-13 ദിവസത്തോളമൊക്കെ വന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ ആദ്യം കാണിച്ചിട്ട്, കൊറോണ ടൈമിലാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇത് സ്റ്റാർട്ടായത്. അപ്പോൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ബ്ലഡിൻ്റെ എന്തെങ്കിലും കുറവ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നിട്ട് പിന്നെ എന്തോ ബ്ലഡിൻ്റെ ടാബ്ലറ്റ്സൊക്കെ എഴുതി തന്നു. അങ്ങനെ എന്തൊക്കെയോ എഴുതി തന്ന് ഞാൻ മരുന്ന് കഴിച്ച് പിന്നെ ഒരു 12 ദിവസമായപ്പോൾ അത് നോർമലായിട്ട് നിന്നു. പിറ്റത്തെ മാസം ഞാൻ പീരീഡ്സ് ആയപ്പോഴും അതേപോലെ തന്നെയാണ് കണ്ടത്. ചെറിയ ഡോട്ട്സ് പോലെ ഫസ്റ്റ് ഡേ ഉണ്ടായിരിക്കും. പിന്നെ ഒരു 7 ഡേയ്സ് വരെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, പീരീഡ്സ് ആയെന്ന് തോന്നില്ല. നമ്മൾ എങ്ങനെയാണോ നോർമലിലും ഇതേപോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന് പിന്നെ വീണ്ടും 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 18 ദിവസത്തിൻ്റെ മുകളിൽ നല്ല ബ്ലീഡിങ് ആയിട്ട് തന്നെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ടയേർഡ് ആവാനും തുടങ്ങി. ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ വേറെ അന്ന് കാണിച്ച ഡോക്ടർ അല്ലാതെ വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്, നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ആദ്യം തന്നെ നമുക്ക് സ്കാനിങ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ ബ്ലീഡിങ് നിൽക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് സ്കാനിങ് എന്ന് അതുവരെ അറിയില്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ സ്കാനിങ് ആ ജനിച്ചതിലിടയ്ക്ക് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ സ്കാനിങ്ങിന് പോയി. അപ്പോൾ അവർ പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കൂടിയാണ് കേട്ടോ ഈ സ്കാനിങ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും അറിയാണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മൾ ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്കാനിങ് കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ സ്മോളായിട്ട് PCOD ഒരു സിംറ്റംസ് ഉണ്ടെന്ന് നമ്മുടെ റിസൾട്ടിൽ ഉണ്ടായിരുന്നു. അതുവരെ എന്താണ് PCOD എന്നൊന്നും എനിക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. ഞാനിത് എന്താ സാധനം എന്നറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി. അവിടെയാണ് എനിക്ക് ചെറുതായിട്ടൊരു ഐഡിയ ഒക്കെ കിട്ടിയത്. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ PCOD ആണ്, നമ്മുടെ ഓവറിയിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ ഉണ്ടാകുന്ന സംഭവമാണിത്. ഇത് വരുമ്പോൾ നമുക്ക് പീരീഡ്സിനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞ് അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് ഒരു 3 മാസത്തിന് ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ടാബ്ലറ്റിൻ്റെ പേരൊന്നും ഞാൻ പുറക്കുന്നില്ല. ഒരു ഇത്ര പോകുന്നൊരു ഡപ്പിയാണ് കേട്ടോ ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ ഒരു കോയിൻ്റെ വലിപ്പത്തിലുള്ള ഗുളിക ഉണ്ടാവുക. ഒരു 10 ഗുളിക ഉണ്ടാവുക അതിൽ. പക്ഷേ 2 നേരം വെച്ചിട്ട് നമ്മൾ കഴിക്കുമായിരുന്നു. അപ്പോൾ 5 എണ്ണം ആ ഒരു കുപ്പിക്ക് 395 രൂപയാണ് ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 3 മാസം കൊണ്ട് എത്ര രൂപയായി എന്നറിയാം. കാരണം ഒരു
കുപ്പിയിൽ 10 ഉണ്ടാവുള്ളൂ. 2 നേരം വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് 5 ദിവസം കഴിക്കും. ഒരാഴ്ച പോലും കഴിക്കാനോ ടാബ്ലറ്റ്സ് ഉണ്ടാവില്ല. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിച്ച ടൈം ആകുമ്പോഴേക്കും തന്നെ ഞാൻ ഭയങ്കരമായിട്ട് തടിച്ച് മുഖമൊക്കെ ഇങ്ങനെ വട്ടം വെച്ച് മുഖത്തൊക്കെ നിറയെ കുരുവാണ്. ഈ പി സി ഒ ഡിയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് തന്നെ ഫേസ് ഭയങ്കരമായിട്ട് തടി വയ്ക്കും, അങ്ങനെ ഇടുത്ത് കെട്ടിയ പോലെ തോന്നും നമ്മുടെ. പിന്നെ ഫേസിൽ ഫുള്ള് കുരു വരും കേട്ടോ. അങ്ങനെ കറുത്ത പാടുകൾ വരുന്ന കുരുവാണ് വരിക. പിന്നെ നമുക്ക് ചിലവർക്കൊക്കെ ഈ മീശ, താടി അങ്ങനത്തെ രോമ വളർച്ച കൂടുതലായിട്ട് കാണിക്കും. അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റും കറുപ്പ് കളറൊക്കെ വരാനായിട്ട് തുടങ്ങും. പിന്നെ മെയിനായിട്ട് ഹെയർ ഫോൾ, മുടി ഫുള്ള് പോയി. എൻ്റെ മുടി ഫുള്ളിങ്ങനെ ഇത്രയും പോയത് എനിക്ക് പി സി ഒ ഡി വന്നപ്പോഴാണ് കേട്ടോ. അങ്ങനെ എനിക്ക് പക്ഷേ രോമ വളർച്ച ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം, അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഊരി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് തടിക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ 2ാമത് ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ എനിക്കെന്തോ, നമുക്ക് തോന്നുമല്ലോ ചില ഡോക്ടർമാരോട്, എനിക്കെന്താണാവും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു ഡോക്ടറെ കാണിച്ചു. അങ്ങനെ 3ാമത് നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പിന്നെ വേറെ ഡോക്ടറിനെ. അപ്പോൾ പോകുമ്പോൾ ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും അല്ലാതുമായിട്ടാണ് പോയത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് ആൾ പറഞ്ഞു എന്നാലും ഒന്നും കൂടി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആൾ സ്കാനിങ്ങിന് എഴുതി. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ലീസ്റ്റൊക്കെ നോക്കിയിട്ട് ഇത്രയും ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അതിന് മാത്രമുള്ള പി സി ഒ ഡി ഒന്നും ധരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ടാബ്ലറ്റ്സ് ഒക്കെ കട്ട് ചെയ്ത് ഈ ഡോക്ടർ എനിക്ക് ഒരു ടാബ്ലറ്റ് പോലും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയ കാര്യം. കാരണം പി സി ഒ ഡി ഒരിക്കലും ഒരു മരുന്ന് കഴിച്ച് മാറാനുള്ള അത്രയും ഓവർ ആവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മരുന്ന് കഴിക്കേണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത്രയും മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. എന്നിട്ട് ഡോക്ടർ എന്നോട് ആകെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞ്, പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞ്, ഫുഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടും, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞാൻ ഗുളിക മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിരുന്ന ഗുളിക മുഴുവൻ ഒഴിവാക്കി. ഒറ്റ ഗുളിക ഉണ്ടായിരുന്നില്ല. എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ രാവിലെ എനിക്ക് പോകാനായിട്ട് മടിയായതുകൊണ്ട് വൈകുന്നേരം ഞാനൊരു 45 മിനിറ്റെങ്കിലും നടക്കാനായിട്ട് പോവായിരുന്നു കേട്ടോ. എന്നും നടക്കാൻ പോവായിരുന്നു. പിന്നെ എക്സസൈസ് ചെയ്യായിരുന്നു. നടക്കാൻ പോയി വന്നിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും. എക്സസൈസ് ഒന്നും ഡോക്ടർ ഇന്നത് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നത് ഞാൻ നോക്കി, അങ്ങനെ എളുപ്പമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയെടുത്തിട്ട് ഒരു 5-10 എക്സസൈസ് പഠിച്ച് വെച്ചിട്ട് അത് ഞാനിങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. അതൊരു 3/4 മണിക്കൂർ ഞാൻ ചെയ്യായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ വെയിറ്റ് നന്നായിട്ട് ഞാൻ കുറച്ച് പിന്നെ ഈ ഡോക്ടറെ കാണിച്ചിട്ട് ചിലത് നമുക്ക് വരില്ല, നമുക്ക് ചില ഡോക്ടർമാരുടെ വിശ്വാസമാണ് എന്താണെന്ന് എനിക്കറിയില്ല. ആ ഡോക്ടറെ കാണിച്ച് ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പീരീഡ്സ് നോർമലായി. എനിക്ക് പീരീഡ്സിന് ഒരു പ്രശ്നമില്ല. ഞാൻ കറക്റ്റ് തന്നെ പീരീഡ്സ് ആവാൻ തുടങ്ങി. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റിനല്ലെങ്കിലും പീരീഡ്സിന്, പിന്നെ എനിക്കല്ലെങ്കിൽ പീരീഡ്സിനായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പി സി ഒ ഡി ഉള്ളത് അറിയാതിരുന്നത്. ഞാൻ എല്ലാ മാസം പീരീഡ്സ് ആവായിരുന്നു. ഈ ബ്ലീഡിങ് കാണിച്ചപ്പോഴാണ് നമ്മൾ അല്ലായിരുന്നെങ്കിൽ നമ്മളിത് അറിയേയില്ലായിരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സിൻ്റെ പ്രോബ്ലം മെയിനായിട്ട് വരും. അപ്പോൾ ഈ പീരീഡ്സിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ കല്യാണം കഴിഞ്ഞവർക്ക് പ്രഗ്നൻസിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് ആദ്യം തന്നെ നോർമലാക്കിയതിന് ശേഷം തന്നെ നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ പിന്നെ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. നമുക്ക് എന്തൊരു അസുഖം വന്നാലും നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അല്ലാതെ അയ്യോ എനിക്ക് അതായില്ല ഇതായില്ല അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പുറത്തുള്ളവർ പലതും പറയും, പക്ഷെ നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ഹെൽത്താണ്, നമുക്കറിയാം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ഒരു രോഗവും അല്ല കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡ് എനിക്ക് അങ്ങനെ ഡയറ്റായിട്ടൊന്നും ഡോക്ടർ പറഞ്ഞു തരില്ല. നമ്മുടെ ബ്രോയിൽ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇങ്ങനെ ഡെയിലി കഴിക്കണതൊക്കെ ഒഴിവാക്കുക, ഡെയിലി ആഴ്ചയിലൊക്കെ കഴിക്കണത് ഒഴിവാക്കുക. വല്ലപ്പോഴും ഇങ്ങനെ കൊതിയാകുമ്പോൾ ഒരു മാസത്തിൽ ഒന്നോ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കഴിക്കുക. അതുപോലെ തന്നെ വറുത്തിട്ട് നമ്മൾ കഴിക്കില്ല, അങ്ങനത്തത് മുഴുവൻ അങ്ങനെ വറുത്ത മീൻ, ചിക്കൻ വറുത്തത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഷവായി, ഷവർമ, അതുപോലെ നമ്മുടെ ഈ പെപ്സി, കൊക്കക്കോള, 7up അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ കറി വെച്ചിട്ട്, മീനൊക്കെ ആണെങ്കിൽ തന്നെ കറി വെച്ചിട്ട് കഴിക്കുക.
അങ്ങനെ ചിക്കൻ ആണെങ്കിലും കറി വെച്ചിട്ട് കഴിക്കുക, വറുത്തതൊക്കെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, പിന്നെ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഞാൻ പക്ഷേ ചോറൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓവറായിട്ട് വെയിറ്റ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ എൻ്റെ വെയിറ്റ് കുറയുകയും ചെയ്ത്. പിന്നെ ഡോക്ടർ 6 മാസം കൂടുമ്പോൾ നമ്മളോട് വന്നിട്ട് ചെക്കപ്പ് ചെയ്യാനായിട്ട് പറയും. സ്കാൻ ചെയ്ത് നോക്കും, കുറവുണ്ടോ കൂടുതലുണ്ടോ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ആദ്യത്തെ 6 മാസം കൂടുമ്പോൾ പോയായിരുന്നു. പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എപ്പോഴെപ്പോഴും വന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും മാറില്ല. ഈ അസുഖം ഒരിക്കലും മാറില്ല. നമ്മുടെ ശരീരത്തിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ വരില്ല. അതൊരിക്കലും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് PCOD. നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല. അതിനൊരു കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് നോർമലാക്കാനേ മാത്രമായിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡിൻ്റെ കാര്യത്തിലും എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത് നോർമൽ തന്നെ ആയിക്കോളൂ കേട്ടോ. പിന്നെ നന്നായിട്ട് പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒഴിവാക്കുക, ബേക്കറി പ്രത്യേകം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ലഡു, ജിലേബി, മധുരമുള്ള എല്ലാ സാധനം, ചായ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ ഒന്നും ഞാൻ പിന്നെ പൊതുവെ അങ്ങനെ മധുരമുള്ളതൊന്നും ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുൾ അവോയ്ഡ് ചെയ്തു. പിന്നെ അങ്ങനെ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ ഇതുപോലെ ഡോക്ടർ കുറേ ഉണ്ടായിരുന്നു കണ്ടിട്ട്. അപ്പോൾ കണ്ടിട്ട് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ PCOD ഒക്കെ ഇപ്പം നോർമലാണ്. ഇപ്പം ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് നോർമലായിട്ടുണ്ട്. പീരീഡ്സൊക്കെ ഞാൻ കറക്റ്റ് ഡേറ്റിന് ഇപ്പോൾ പീരീഡ്സ് ആവും. അങ്ങനത്തെ ഇപ്പോൾ ഒരു പ്രശ്നവും എനിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സിമ്പിളായിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചെറിയൊരു രോഗമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ അതിൻ്റേതായ വലിയ പ്രശ്നങ്ങൾ വരുന്നതായിട്ടുള്ള ഒരു രോഗമാണ്. നമ്മൾ രോഗം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കും. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നന്നായിട്ട് ടെൻഷൻ അടിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ടെൻഷനൊക്കെ അടിക്കുമ്പോഴൊക്കെ ഇത് കൂടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ PCOD. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതെന്നുള്ള ഒരു സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മൊത്തം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്